Hi everyone, welcome back to Full Stack Solutions. React.js സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റിയാക്ട് റൗട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന യൂസ് സെർച്ച് പാരാമീറ്റർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹുക്ക് എന്താണെന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് നോക്കിയത് ഏതായിരുന്നു? യൂസ് പാരാമീറ്റർസ് ആയിരുന്നു. അവിടെ നമ്മൾ ഒരു URL വഴി ഒരു പ്രോഡക്റ്റിൻ്റെ ID പാസ് ചെയ്തു. അതിനുശേഷം റൂട്ട് പാരാമീറ്റർസ് യൂസ് ചെയ്തിട്ട് ആ ID URL നമ്മൾ സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്ത ഡേറ്റ യൂസ് പാരാമീറ്റർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതും ആ പ്രോഡക്റ്റിൻ്റെ ആ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡേറ്റ നമ്മൾ ഡൈനാമിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. സോ നമ്മളിവിടെ യൂസ് സെർച്ച് പാരാമീറ്റർസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വറി പാരാമീറ്റർ ആണ്. ക്വറി പാരാമീറ്റർ നമുക്കറിയാം, അതിൽ ഒരു URL ഉണ്ടാവും, അതിൽ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം ഡേറ്റ വരുന്നത് കീ വാല്യൂ ആയിട്ടാണ്. കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും നമ്മൾ URL വഴി ഡേറ്റ പാസ് ചെയ്യണത്. അതിലിപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. സാധാരണ നമ്മൾ ഇത് ക്വറി പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമുക്ക് ഇപ്പോൾ സെർച്ചിങ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സോർട്ടിങ്, ഫിൽട്ടറിങ്, പിന്നെ ഏതാണ് വരുന്നത് പാജിനേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്വറി പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് സെർച്ച് പാരാമീറ്റർ യൂസ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമ്മൾ യൂസ് സെർച്ച് പാരാമീറ്റർ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു അറേ ആയിരിക്കും. ആ അറേയിലുള്ള വാല്യൂ ഡീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ട് വാല്യൂസ് ഉണ്ടാവും, സെർച്ച് പാരാമീറ്ററും സെറ്റ് സെർച്ച് പാരാമീറ്ററും. ഇതിൻ്റെ സെയിം സ്ട്രക്ചർ നമ്മൾ ഇതിന് മുന്നേ കണ്ടത് എവിടെയായിരുന്നു? യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്ത സമയത്തായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ സെയിം കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതിൽ കമ്പോണൻറ്റിലെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു അതിലുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്നത് URL നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ അത് ബേസിക്കലി ഇവിടെ സെറ്റ് സെർച്ച് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ കീ വാല്യൂ ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സ്റ്റോർ ചെയ്ത വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആ വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെർച്ച് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു സെർച്ചിങ്ങിൻ്റെ ഒരു ഫീച്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ നമ്മളൊരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സെർച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എൻ്റെ ഗിറ്റ്ഹബിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാം. സോ നമ്മൾ കോഡ് എഴുതുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ബേസിക്കലി ഇവിടെ ഒരു സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാകും. ഇവിടെ യൂസർ വന്നിട്ട് ഓരോ ക്യാരക്ടറും, സെർച്ചിങ് അങ്ങനെയാണല്ലോ, ഇപ്പോൾ ഫർണിച്ചർ ഇപ്പോൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FURN ആ രീതിയിൽ അവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്. സോ ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ബോക്സിനകത്ത് ഒരു ഹാൻഡിൽ ചേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അവിടെ ചേഞ്ച് ഇവൻ്റ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് ആയിരിക്കും ഇത് വർക്ക് ചെയ്യണത്, ഹാൻഡിൽ ചേഞ്ച് വർക്ക് ചെയ്യണത്. ഈ ഹാൻഡിൽ ചേഞ്ച് ഫംഗ്ഷനകത്തായിരിക്കും നമ്മൾ സെറ്റ് സെർച്ച് പാരാമീറ്റർ കോൾ ചെയ്യണത്. നമ്മളിവിടെ യൂസ് സെർച്ച് പാരാമീറ്റർ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ, സെറ്റ് സെർച്ച് പാരാമീറ്റർ എന്നുള്ളത്, അത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കീ വാല്യൂ ആയിട്ട് ഇവിടെ URL പോയി ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ ഇവിടെ സെർച്ച് പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് സെർച്ച് പാരാമീറ്ററിൻ്റെ അകത്ത് ഒരു ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ്, ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിലുള്ള വാല്യൂസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മൾ ഒരു ഫിൽറ്റേർഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ഇതിനകത്തായിരിക്കും യൂസർ ടൈപ്പ് ചെയ്യുന്ന ഓരോ ഇതിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റുകളെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ഫിൽറ്റേർഡ് പ്രോഡക്ട്സ് ഡോട്ട് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ റിയൽ ടൈമിൽ തന്നെ ആ പ്രോഡക്റ്റുകൾ ഇവിടെ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്നത്. സോ അങ്ങനെ നമ്മൾ യൂസർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രോഡക്റ്റുകൾ ഇവിടെ ഫിൽട്ടർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക് വരുന്നത്. നമുക്ക് ഇനി അതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് കമ്പോണൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് യൂസ് സെർച്ച് പാരാമീറ്റർ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അറേ ആയിരിക്കും. അതിൽ എന്തുണ്ടാവും? സെർച്ച് പാരാമീറ്റർ ഉണ്ടാവും, സെറ്റ് സെർച്ച് പാരാമീറ്റർ ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മൾ സെർച്ച് പാരാമീറ്ററിനകത്തുള്ള ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ക്വറി പാരാമീറ്റർ ആക്സസ് ചെയ്യണത്. സോ സെർച്ച് പാരാമീറ്റർ ഡോട്ട് ഗെറ്റ് മെത്തേഡ്
നമുക്കിതൊന്ന് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. സെർച്ച് ക്വറി. ഇതിൽ നമ്മൾ ഗെറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യേണ്ടത് കീ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഏത് പേരിലാണോ നമ്മൾ കീ സ്റ്റോർ ചെയ്തേക്കണേ ആ കീ ആണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്. സോ സാധാരണയായിട്ട് ഇപ്പോൾ QS ഒക്കെയാണ് ഇങ്ങനെ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ സെർച്ച് എന്നുള്ള കീവേഡൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്. നമ്മളിവിടെ ആണ് യൂസ് ചെയ്യണത്. പിന്നെ സെർച്ചിങ്ങിന് മുന്നേ ഉള്ള ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു empty string കൂടി ആഡ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്കിവിടെ ആക്സസ് ചെയ്തു. ഇനി നമ്മളിവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസർ ടൈപ്പ് ചെയ്യുന്ന സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും അവിടെ ടെക്സ്റ്റ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, സെർച്ച് ബാറിൽ വന്നിട്ട് വാല്യൂ, ദെൻ സെർച്ച് ക്വറി, ദെൻ ചേഞ്ച് ഇവൻറ്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചേഞ്ച്, അതിനകത്തൊരു ഫംഗ്ഷൻ ഈവൻ ഹാൻഡിൽ ഫംഗ്ഷൻ കൊടുക്കാം. ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഹാൻഡിൽ ചേഞ്ച് ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ഹാൻഡിൽ ചേഞ്ച്, അതിനകത്തൊരു ഈവൻ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് വാല്യൂ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് വാല്യൂ എവിടെയായിരിക്കും, ഈ ഡോട്ട് ടാർജറ്റ് ഡോട്ട് വാല്യൂവിലായിരിക്കും യൂസർ ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത്. സോ അതിനുശേഷം ഇഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് സെർച്ച് പാരാംസ് യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. നമ്മുടെ ക്വറി പാരാമീറ്ററിൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. സോ നമ്മളവിടെ പറഞ്ഞ പേര് ഏതായിരുന്നു, ക്യൂ ആയിരുന്നു. ക്യൂവിനകത്ത് എന്തുണ്ടാവും, യൂസർ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ഉണ്ടാവും. പിന്നെ എൽസ് കേസിൽ നമുക്കത് empty ഒബ്ജക്റ്റും സെറ്റ് ചെയ്യാം. സെറ്റ് സെർച്ച് പാരാംസ് ഒരു empty ഒബ്ജക്റ്റും പാസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാല്യൂസ് വന്നിട്ടില്ല. ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ക്വറി പാരാമീറ്ററിൽ കിട്ടും. സോ അവിടെ സ്റ്റോർ ചെയ്ത വാല്യൂസ് നമ്മൾ എങ്ങനെയാണ് ഈ സെർച്ച് പാരാമീറ്ററിനകത്തുള്ള ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ക്വറി പാരാമീറ്ററിലുള്ള വാല്യൂസൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ദെൻ അതിനുശേഷം നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോഡക്റ്റുകൾ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരുന്നത്. സോ നമുക്കതിന് വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. കോൺസ്റ്റ് ഫിൽറ്റേഡ് പ്രോഡക്ട്സ് എന്ന് പറയാം. അതിൽ പ്രോഡക്ട്സ് ഡോട്ട് ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യാം. അതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിരിക്കും. കോൾ ബാക്ക് ഫംഗ്ഷനിൽ നമ്മൾ പി കൊടുക്കുന്ന പ്രോഡക്റ്റിന് വേണ്ടി പി കൊടുക്കാണ്. സോ നമ്മളിവിടെ ഫിൽട്ടർ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചിലപ്പോൾ യൂസർ ചിലപ്പോൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്യണത്. സോ നമുക്കതിനെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് സെർച്ച് ടൈം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ക്വറി ഡോട്ട് ടു ലോവർ കേസ്. സോ അതിനുശേഷം റിട്ടേൺ. ഇനി വരുന്നത് നമ്മുടെ ബിസിനസ് ലോജിക്കാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതിൽ നിന്നൊക്കെ നമ്മൾ അത് വേർഡ് എടുക്കണം എന്നുള്ളത്. സോ നമുക്കിവിടെ 3 ഇത് കൊടുക്കാം, ടൈറ്റിലിൽ നിന്നും കാറ്റഗറിയിൽ നിന്നും പിന്നെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും. ഇത് 3 നിന്നും ആയിരിക്കണം നമ്മൾ സെർച്ച് ചെയ്യുന്ന ടൈം വെച്ചിട്ട് പ്രോഡക്റ്റുകൾ ഫിൽട്ടർ ചെയ്യേണ്ടത്. സോ ഇവിടെ വന്നിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും പി ഡോട്ട് ആദ്യം ടൈറ്റിൽ ടു ലോവർ കേസ് ചെക്ക് ചെയ്യണം. ടു ലോവർ കേസ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് യൂസ് ചെയ്യണം. ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, നമ്മൾ സെർച്ച് ടൈം പാസ് ചെയ്യണം. നമുക്ക് ഓർ കേസിൽ അടുത്തതും ഇതുപോലെ തന്നെ ടൈറ്റിൽ പോലെ തന്നെ കാറ്റഗറി കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ബിസിനസ് ലോജിക്കാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ടൈറ്റിൽ മാറ്റിയിട്ട് കാറ്റഗറി കൊടുക്കാം. അടുത്ത ഓവർ കേസിൽ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ഓക്കെ. നമുക്കിതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഫിൽറ്റേഡ് പ്രോഡക്ട്സ്, ഇപ്പോൾ ഫർണിച്ചർ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 5 പ്രോഡക്റ്റ് ഫിൽറ്റർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫർണിച്ചർ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ
കാറ്റഗറിയിൽ ഫർണിച്ചർ വന്നിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും ഇവിടെ പ്രോഡക്റ്റുകൾ ഫിൽട്ടർ ചെയ്യണത്. സോ ഫിൽട്ടർ പ്രോഡക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്ട്സ് ഡോട്ട് മാപ്പാണ് യൂസ് ചെയ്തത്. സോ നമ്മളിവിടെ വന്നിട്ട് അത് ഫിൽറ്റേഡ് പ്രോഡക്ട്സ് ആക്കും. ഫിൽറ്റേഡ് പ്രോഡക്ട്സ് ഇവിടെ നമുക്ക് ഫിൽറ്റേഡ് പ്രോഡക്ട്സ്. ഓക്കെ, ഫർണിച്ചർ പ്രോഡക്റ്റ് സോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതാണ്, ഗ്രോസറീസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗ്രോസറി പ്രോഡക്റ്റുകളെല്ലാം ഫിൽട്ടർ ആയിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് സെർച്ച് പാരാമീറ്റർസ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂസ് ലൊക്കേഷൻ ഹുക്കാണ്. സോ ബേസിക്കലി യൂസ് ലൊക്കേഷൻ ഹുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ലൊക്കേഷൻ ഒബ്ജക്റ്റ് ആയിരിക്കും. അതിനകത്ത് ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടാവും: പാത്ത് നെയിം, സെർച്ച്, ഹാഷ്, സ്റ്റേറ്റ്, കീ. അതിൽ പാത്ത് നെയിം വരുന്നത് നമ്മുടെ URL-ലുള്ള പാത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമുക്ക് /products എന്ന് പറഞ്ഞിട്ടുള്ള പാത്ത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയുള്ളത് സെർച്ചാണ്. സെർച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വറി പാരാമീറ്ററിലുള്ളത്, അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം വരുന്ന കീ വാല്യൂ പേഴ്സ് എല്ലാം നമുക്ക് സെർച്ച് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഹാഷാണ്. ഹാഷ് നമ്മളിപ്പം നമ്മുടെ വെബ് പേജിൽ ഏതെങ്കിലും ID യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം ഒരു പേജിൻ്റെ ഒരു സ്പെസിഫിക് ഏരിയയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകണമെന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് URL ഹാഷൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഷ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് യൂസ് ചെയ്യുന്ന URL-ൽ കൂടെ നമുക്ക് പാസ് ചെയ്യാൻ വേണം, പക്ഷേ അത് ഹൈഡ് ചെയ്തുകൊണ്ട് പാസ് ചെയ്യണം. അങ്ങനെ വരുന്ന ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് കീ ആണ്. കീ എന്ന് പറയുന്നത് നമുക്ക് ഓരോ URL-നും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കീ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഫർണിച്ചറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ക്യാരക്ടറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ URL ഡിഫറെൻ്റ് ആയിരിക്കും. അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് പല ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത് പാത്ത് നെയിം യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പാത്ത് നെയിം ആക്സസ് ചെയ്തിട്ട് നമ്മളൊരു ബ്രെഡ് ക്രംബ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ബ്രെഡ് ക്രംബ് അറിയാലോ, നമുക്കിപ്പോൾ ഒരു പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ പേജിലോട്ട് വന്നതിൻ്റെ പാത്ത് ഹിസ്റ്ററി നമ്മൾ ഏറ്റവും ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംബ് യൂസ് ചെയ്യണത്. സോ അത് നമുക്ക് ഇതിൽ ലൊക്കേഷൻ ഒബ്ജക്റ്റിനകത്തുള്ള പാത്ത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കമ്പോണൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് യൂസ് ലൊക്കേഷൻ അത് കോൾ ചെയ്യണം. സോ അപ്പോൾ നമുക്കൊരു ലൊക്കേഷൻ ഒബ്ജക്റ്റ് കിട്ടും. കോൺസ്റ്റ് ലൊക്കേഷൻ യൂസ് ലൊക്കേഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലൊക്കേഷൻ ഒബ്ജക്റ്റ് കിട്ടാൻ നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ലൊക്കേഷൻ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കൺസോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാൻ പറ്റും. ഹാഷ്, കീ, പാത്ത് നെയിം, പിന്നെ സെർച്ച് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ പാത്ത് നെയിം യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ബ്രെഡ് ക്രംബ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. പാത്തിൽ എന്തൊക്കെ ഉണ്ടാവും? പാത്തിൽ നമുക്ക് /products 1 എന്നുള്ളത് ഉണ്ടാവും. അതിൽ ആദ്യം വരുന്നത് ഹോം പേജിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ സ്റ്റാർട്ടിങ്. സോ ഹോം പേജ് നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് വയ്ക്കാം. അതിനുശേഷം ഏതായിരിക്കും? പ്രോഡക്ട്സ് ആയിരിക്കും. പിന്നീട് പ്രോഡക്ട്സിൻ്റെ ID ആണ് ഇവിടെ വന്നേക്കുന്നത്. IDക്ക് പകരം പ്രോഡക്റ്റിൻ്റെ പേര് വരുന്ന രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ നമുക്ക് ഇതിലെ ലൊക്കേഷൻ ഒബ്ജക്റ്റിനകത്തുള്ള പാത്ത് നെയിം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. കോൺസ്റ്റ് പാത്ത് നെയിം ലൊക്കേഷൻ ഡോട്ട് പാത്ത് നെയിം. കൺസോൾ ചെയ്യാം. കൺസോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് /products 1 എന്നുള്ളത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഈ ഇത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. സ്പ്ലിറ്റ് // കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് മാത്രമായിട്ട് ഒരു അരയിൽ // റിമൂവ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സോ /ന് മുന്നേ ഉള്ളത് എംപ്റ്റി സ്ട്രിങ് ആയിട്ടാണ് കാണിച്ചതാണ്. സോ എംപ്റ്റി സ്ട്രിങ് products 1 ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എംപ്റ്റി സ്ട്രിങ്ങിൻ്റെ ആവശ്യമില്ല. സോ അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ യൂസ് ചെയ്യാം.
സോ ഫിൽട്ടർ ദെൻ എക്സ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിലുള്ള എം ടി സ്ട്രിങ് റിമൂവ് ആയിട്ടുണ്ടാകും. കാരണം എം ടി സ്ട്രിങ് എന്ന് പറയുന്നത് ഫോൾസി വാല്യൂ ആണ്. ഫോൾസി വാല്യൂ നമുക്കറിയാലോ, അതായത് നെല്ല്, അൺഡിഫൈൻഡ്, നോട്ട് എ നമ്പർ, ഇതൊക്കെ ഫോൾസി ആയിരിക്കും. പിന്നെ നമ്പർ സ്ട്രിങ് എല്ലാം ട്രൂത്ത് വാല്യൂ ആയിരിക്കും. സോ എം ടി സ്ട്രിങ് ഫോൾസി ആയതുകൊണ്ട് അത് അറേയിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിട്ടിയത് അറേയിൽ നമുക്ക് കിട്ടിയത് പ്രോഡക്ട്സും 1 ആണ്. ഇത് നമുക്ക് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആദ്യം ഒരു nav ലിങ്ക് നമുക്ക് ഹോം പേജിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റ് ചെയ്യാം. nav ലിങ്ക് ഹോം, പിന്നെ വരുന്നത് ടു പാത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കൊടുക്കണം. ഹോം എന്നുള്ളത് ഹോം ഒന്നുണ്ട്. ഇനി നമുക്കിത് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇറ്ററേറ്റ് ചെയ്യാം. സോ പാത്ത് നെയിം ഡോട്ട് മാപ്പ്, ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷനിൽ നെയിം ഉണ്ടാവും, ഇൻഡെക്സിൻ്റെ അരയുടെ ഇൻഡെക്സ് നമ്പർ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ റൂട്ട് 2 നമുക്ക് സെറ്റ് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ബ്രെഡ് ക്രംബിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്പെസിഫിക് ആയിട്ട് പേജിലോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ സെറ്റ് ചെയ്യാം, കോൺസ്റ്റ് റൂട്ട് 2. ദെൻ ടെംപ്ലേറ്റ് ലിറ്ററൽ യൂസ് ചെയ്യുന്നു, ഫോർവേഡ് സ്ലാഷ് കേർലി ബ്രാക്കറ്റ്, പിന്നെ നമ്മൾ പാത്ത് നെയിം ഡോട്ട് സ്ലൈസ് യൂസ് ചെയ്യാണ്. സ്ലൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അരയിലുള്ള ആ 2 ഐറ്റം നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. സോ ആദ്യത്തെ വാല്യൂ വരുന്നത് 0 ആണ്. ദെൻ കോമ ഇട്ട് ഇൻഡെക്സ് +1. ആദ്യത്തെ ഇറ്ററേഷനിൽ 0, പിന്നെ 0 + 1 1 ആയിരിക്കും. 0 1 നിന്ന് സ്ലൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് അരയിലുള്ള ആദ്യത്തെ വാല്യൂ അത് പ്രോഡക്ട്സ് കിട്ടും. രണ്ടാമത്തേൽ ഏതായിരിക്കും, രണ്ടാമത്തെ ഇറ്ററേഷനിൽ സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഐഡിയും കിട്ടും. ഓക്കെ, സോ നമുക്ക് എൻഡിങ്ങിൽ ഒരു ഇതും ആഡ് ചെയ്യണം, ഒരു ഫോർവേഡ് സ്ലാഷ് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർവേഡ് സ്ലാഷും കൊടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനുള്ള ആ റൂട്ട് നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് ഇവിടെ നമുക്ക് JSX റിട്ടേൺ ചെയ്യണം, റിട്ടേൺ. then ഇവിടെ ഒരു സ്പാൻ കൊടുക്കാം, സ്പാൻ. ഇതിനകത്തേക്ക് അതിനൊരു സ്പാൻ കൊടുക്കാം. അതിനകത്ത് നമ്മൾ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് GT ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഗ്രേറ്റർ ദാൻ്റെ ഒരു സിമ്പിൾ കിട്ടും. അതിനുശേഷം നമുക്കൊരു nav ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാം. nav ലിങ്ക് ഇതിൽ നമുക്ക് 2 ഏതാണ്, റൂട്ട് 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് ഈക്വൽ ടു പാത്ത് നെയിം ഡോട്ട് ലെങ്ത് മൈനസ്, അതായത് നമ്മളിവിടെ ഏറ്റവും അവസാനം കാണിക്കേണ്ടത് ആ പ്രോഡക്റ്റിൻ്റെ നെയിമാണല്ലോ, പ്രോഡക്റ്റിൻ്റെ ടൈറ്റിലാണല്ലോ അവസാനം കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ വന്നേക്കുന്നത്. സോ നമുക്കിവിടെ പ്രോഡക്റ്റ് ഡോട്ട് ടൈറ്റിൽ കൊടുക്കാം. അല്ലാത്തതിൽ നമ്മൾ എന്തായിരിക്കും, നെയിം ആയിരിക്കും കൊടുക്കുന്നത്. നെയിം എന്ന് പറയുന്നത് എന്താണ്, പ്രോഡക്ട്സ് ആണ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ വന്നിട്ട് ക്രംബ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ സ്റ്റൈൽ പോയി എടുക്കാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രോഡക്ട്സിൻ്റെ പേജിലോട്ട് പോകും. അതുപോലെ തന്നെ ഹോമിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹോം പേജിലോട്ടും പോകും. ഓക്കെ, ഇങ്ങനെയാണ് ലൊക്കേഷൻ ഒബ്ജക്റ്റിനകത്തുള്ള പാത്ത് നെയിം എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംബ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണുള്ളത്. നമുക്കിനി റിയാക്ട് റൗട്ടറിൻ്റെ ബാക്കിയുള്ള കൺസെപ്റ്റുകൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, ബൈ.